ടൈറ്റാനിക് മൂവി കണ്ട ആരും നമ്മുടെ ജാക്കും റോസിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ കൊല്ലത്താണ് നിൽക്കുന്നത്. അപ്പോൾ കൊല്ലത്ത് നിൽക്കുന്നത് നമ്മുടെ KSRTCൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ആശ്രമ മൈതാനമാണ്. അപ്പോൾ എല്ലാവരും ആശ്രമ മൈതാനത്തിലോട്ട് ഒന്ന് വരിക. അപ്പോൾ അടിപൊളി കാഴ്ചയാണ്. നമ്മുടെ ജാക്കും റോസും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടാവും. പ്രശസ്തമായിട്ടുള്ള നമ്മുടെ മലയാള സിനിമ, അതായത് മലയാള സിനിമ മഞ്ഞുമേൽ ബോയ്സ്, അതിലെ ഗുണാക്കേവ്, അവർ അടിപൊളിയായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചേക്കുന്നത് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബ്ലോഗിൽ നമുക്ക് എല്ലാവർക്കും നമുക്കിത് കണ്ടിരിക്കാം. എന്തായാലും അകത്ത് കയറിയാലേ നമുക്കിതെല്ലാം കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കുക, ഒന്ന് ഡബിൾ ടിക്ക് അടിക്കുക, ആരും മറന്നു പോരുത് കേട്ടോ. ഹലോ കൂട്ടുകാരെ, ഞാൻ ഈ കപ്പലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റാനിക് കപ്പൽ കണ്ട് ഞാൻ അന്തം വിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വർഷം നമുക്ക് ഈ 2025 നമ്മുടെ കൊല്ലത്തേക്ക് അടിച്ചു പൊളിക്കാൻ ക്രിസ്മസിന് ഈ വെക്കേഷൻ കാലത്തേക്ക് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. എല്ലാവരും വരിക. ഇപ്പോൾ ഞാൻ ടിക്കറ്റ് കൗണ്ടർ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വേണം എനിക്ക് അകത്ത് കയറാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 100 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, ഗൂഗിൾ പേ ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ടിക്കറ്റും കൊണ്ട് ഞാൻ ഇനിയിപ്പം നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ആ ടിക്കറ്റ് കയറുന്ന ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. നമ്മൾ ഇനി കപ്പലിലേക്ക് യാത്ര ചെയ്യാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ കയറി ഞാൻ ഇനി കപ്പലിലേക്ക് ഇനി യാത്ര ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ജാക്കും റോസൊക്കെ അവിടേക്കാണ്. അപ്പോൾ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. വേറെ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് സെൽഫിയും ഫോട്ടോ എല്ലാം എടുക്കാം കേട്ടോ. ഇനി കൂട്ടുകാരെ ഞാൻ എന്നെ അകത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇനി അകത്തോട്ട് പോയിട്ട് വേണം നമുക്ക് ജാക്കും റോസിനെയൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എല്ലാ സംഭവവും ഞാൻ കാണിച്ചു തരാൻ പോവുക കേട്ടോ. DJ അമ്യൂസ്മെൻറ്റ് പ്രസൻറ്റ് ടൈറ്റാനിക് എക്സിബിഷൻ. ശരിക്കും ഞാൻ അകത്ത് കയറിയപ്പോൾ തന്നെ ഒരു വിളക്ക് ലൈറ്റ് കണ്ടു കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അവർ സീലിങ്ങിലൊക്കെ ചെയ്തിരിക്കുന്ന ലൈറ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഈ കപ്പൽ ഒറിജിനൽ കപ്പൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ ഞാൻ അതിൽ ഡോർമേലൊന്ന് കൊട്ടി നോക്കുക, പക്ഷേ അകത്താരുമില്ല, എങ്കിലും വെറുതെ ഒന്ന് കൊട്ടി നോക്കിയതാണ് കേട്ടോ. പക്ഷേ വർക്കൊക്കെ അടിപൊളി വർക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 2024 നമുക്ക് ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ കൊല്ലത്തേക്ക് വന്നാൽ മതി. ആശ്രമ മൈതാനത്താണ് ഏറ്റവും അടിപൊളിയായിട്ടാണ് കപ്പലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മേളിൽ പോയി നോക്കട്ടെ എന്താണെന്ന്. ഞാൻ എന്തായാലും ഇതിൻ്റെ പൊക്കത്ത് കയറി നിൽക്കുകയാണ് കേട്ടോ, കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആശ്രമ മൈതാനം മൊത്തത്തിൽ നമുക്ക് കാണാം കേട്ടോ. പക്ഷേ ഇതിന് മണ്ടയ്ക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയും സെൽഫിയും ഒരു വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ടൈറ്റാനിക് സിനിമയുടെ ഒരു ഫുൾ കാര്യങ്ങളും ഇതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് അകത്തോട്ട് പോയി നോക്കിയാൽ ഇനി കാര്യങ്ങളുടെ വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ. ഇനി അപ്പുറത്ത് കാണുന്ന ഒരു റൂമുണ്ട്, ഒരു കപ്പിത്താൻ്റെ റൂമുണ്ട് കേട്ടോ, ക്യാപ്റ്റൻ്റെ. ഞാൻ അതിലോട്ട് പോട്ടെ. ഇതാണ് കൂട്ടുകാരെ ക്യാപ്റ്റൻ്റെ റൂം കേട്ടോ. അപ്പം ഞാനും ഒരു കപ്പിത്താനായി കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ഞാനും ഒന്ന് കറക്കി നോക്കുക, എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. കപ്പലൊന്ന് ഓടിച്ച് നോക്കാനുള്ള ശ്രമമാണ് കേട്ടോ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ അവർ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കൊക്കെ. നമുക്ക് ഭയങ്കരമായി നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. കൂട്ടുകാരെ ഇതാ നിൽക്കുന്നു നമ്മുടെ ജാക്ക് കേട്ടോ. ഞാൻ ജാക്കിനെ കണ്ടു കേട്ടോ. ജാക്കിനെ കണ്ടൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ടൈറ്റാനിക് സിനിമ നല്ലതുപോലെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫാമിലീസ് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ജാക്കും റോസും കൂടെ നിൽക്കുക. അവരെ ഇടയിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്താൽ ലൈറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വർക്കാണ് കേട്ടോ ഇതിനകത്ത്. ടൈറ്റാനിക് സിനിമയിൽ ആരും മറക്കാത്തൊരു രംഗമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്ക് റോസിൻ്റെ ചിത്രം വരയ്ക്കുന്ന ഒരു റൂമാണിത്. അപ്പോൾ ഇതെല്ലാം അവർ അടിപൊളിയായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം അതിമനോഹരമാണ്. നമുക്കിവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വൈബ് നിൽക്കും കേട്ടോ. അപ്പോൾ ജാക്കും റോസിൻ്റെയും കൂടെ ആ ചിത്രം വരയ്ക്കുന്ന റൂമാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ടൈറ്റാനിക് മൂവി തന്നെ നല്ലൊരു സീനുണ്ട്. ജാക്കും റോസും അവരുടെ ലവ് സ്റ്റോറി പങ്കുവയ്ക്കുന്ന ഒരു ഇടമാണല്ലോ ഇത്. ഞാനും ജാക്കിനെ പോലെ ഒന്ന് നിന്ന് നോക്കിയതാട്ടോ. പക്ഷേ ഒട്ടും ശരിയാവില്ലെന്നറിയാം, എങ്കിലും ഒരു ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ടൈറ്റാനിക് മൂവീസിൽ തന്നെ അതായത് ലാസ്റ്റ് ഭാഗം, അതായത് മഞ്ഞുമലയിൽ കപ്പലിടിക്കുന്ന അതേ ഒരു സീന്. കാരണം അവർ അടിപൊളിയായിട്ടാണ് ഈ കപ്പലിൻ്റെ ഉള്ളിൽ അത് ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ജാക്കും റോസിനെ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി, അതായത് ടൈറ്റാനിക് മൂവിയെ നമുക്ക് പിന്നെയും നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കപ്പലിനകത്ത് തന്നെ ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നിൽ സെൽഫി എടുക്കാം, ഫോട്ടോ എടുക്കാം. അപ്പം കൊല്ലത്തേക്ക് വരിക. അപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ചു പൊളിക്കുക ഈ ക്രിസ്മസ്.
ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് ഗുണ കേവ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൂടെ തന്നെ ഞാനൊന്ന് കയറാൻ പോകും. അപ്പോൾ അകത്തൂടെ കയറിയപ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു ഫീലൊക്കെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് സെൽഫി എടുക്കാം, ഫോട്ടോ എടുക്കാം. അപ്പോൾ എന്തെല്ലാം ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വരിക. കൂട്ടുകാരെ, അപ്പോൾ നമുക്കിവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ആശ്രമ മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കപ്പലെല്ലാം കണ്ടടിച്ച് പൊളിച്ച് നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വെക്കേഷൻ അടിച്ച് പൊളിക്കാനായിട്ട് നമ്മുടെ ഈ കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് സന്തോഷമാകും കേട്ടോ ഇവിടെ. കൂട്ടുകാരെ, ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, ഡബിൾ ടിക്ക് അടിക്കുക കേട്ടോ, ഒന്ന് കൂട്ടാക്കുക. അപ്പോൾ ആരും വിട്ടു പോകണ്ട. അപ്പോൾ എല്ലാവരും വന്ന് കൊല്ലത്തേക്ക് ഒന്ന് അടിച്ചു പൊളിക്കും. അപ്പോൾ എൻ്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ബ്ലോഗ് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്.